ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചീസി ചിക്കൻ പാസ്ത റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്ത് വെച്ച പാസ്ത, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ലൈക്ക് ഒണിയൻ ഉണ്ട്, ക്യാപ്സിക്കം, ഗാർലിക്, പിന്നെ നമുക്ക് ടൊമാറ്റോ, അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണത്. പിന്നെ പാസ്ത ബോയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 90% മാത്രം ബോയിൽ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക്, ഒണിയന് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി കുക്കാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. മഞ്ഞൾ, മുളക്, മല്ലി, പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്രേവി ആയിട്ട് കിട്ടണം. ഈ ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ എല്ലാ മസാല അതിലേക്ക് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ചീസിൻ്റെ സോസാണ് കേട്ടോ അത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീസി ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ടിൽ ദെൻ ബൈ.